നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് സിവിക്സ് ആണ്. സിവിക്സിൽ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, അതിൽ തുടങ്ങി ലോക്പാൽ, ലോകായുക്ത വരെയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. SCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ടോപ്പിക്സ് വലിച്ചു വാരി പഠിക്കാൻ സമയമില്ല, സിലബസ് പക്ഷേ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. അപ്പം അങ്ങനത്തെ രീതിയിലായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ 3ാമത്തെ ചാപ്റ്റർ പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഈ ചാപ്റ്ററിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് പൊതുഭരണം? അപ്പോ പൊതുഭരണത്തിന് എൻ ഗ്ലാഡൻ നൽകിയ ഒരു വിശദീകരണം ഇത് എടുത്തു ചോദിക്കും. അതായത് ഇത് പറഞ്ഞത് ആരാണ് എന്ന് എടുത്തു ചോദിക്കും. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരാണ്? എൻ ഗ്ലാഡൻ ആണ്. പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡന്റെ നിർവചനമാണ് പൊതുഭരണത്തെക്കുറിച്ച്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്നത്. ഇതാണ് നമുക്ക് പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റ്. ഇനി രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയും എന്തു പറയും? പൊതുഭരണം എന്ന് പറയുന്നു. ഓക്കെ, അതാണ് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അത് രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതാണ് പൊതുഭരണം. പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു. ഇതാണ് പൊതുഭരണത്തിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു. ഇനി മഹാത്മാഗാന്ധി പറഞ്ഞത് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇമ്പോർട്ടന്റ് കോട്ടാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എന്താണ്? എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം. എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം, കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും നൽകുക. അപ്പോ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണെന്നുള്ള കാര്യം ഓർക്കുക. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നും രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നും രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. ഇനി സിലബസിലുള്ള 2ാമത്തെ ടോപ്പിക്കാണ് ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസി. അപ്പോ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹത്തിനെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിനെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തെ രൂപം നൽകിയിരിക്കുന്നു. അതാണ് ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസി. രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തി അവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഓക്കെ, അറിയാലോ, ഒരു ഓഫീസിലെ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയാണ്. അപ്പോൾ നമ്മളും ഓരോ ഉദ്യോഗസ്ഥരാവാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളാണ് സിലബസിലെ അടുത്ത ടോപ്പിക്. ഫീച്ചേഴ്സും അവരുടെ ഫങ്ഷൻസും. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സവിശേഷത. എന്തൊക്കെയായിരിക്കണം സവിശേഷത? ഉദ്യോഗസ്ഥ വൃന്ദത്തിന് 5 സവിശേഷതകളാണ് ഉള്ളത്. ഒന്ന്, ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ, ശ്രേണീപരമായ സംഘാടനം. അതായത് നമ്മളിപ്പോ ഒരു ഓഫീസിൽ പോവുകയാണെങ്കിൽ ആ ഓഫീസിൽ ഒരു മേലധികാരി ഉണ്ടായിരിക്കും. ആ മേലധികാരിയുടെ കീഴിലായിരിക്കും മറ്റു ഉദ്യോഗസ്ഥർ വരുന്നത്.
ആ ഒരു ഹൈറാർക്കിയെയാണ് ശ്രേണീപരമായ സംഘാടനം അഥവാ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥരും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി, ഇത് ശ്രേണീപരമായ സംഘാടനം എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷതയാണ് സ്ഥിരത അഥവാ പെർമനൻസ്. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും, പെർമനന്റ് ആയിരിക്കും. യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. ഒരാളെ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുമ്പോൾ അയാളുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. ആണല്ലോ ഓരോ പോസ്റ്റ്, ഇപ്പൊ PSC വിളിക്കുമ്പോൾ ഓരോ പോസ്റ്റിനും ഓരോ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതാണ് വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് മൂന്നാമത്തെ സവിശേഷത. നാലാമത്തെ സവിശേഷത രാഷ്ട്രീയ നിഷ്പക്ഷത, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. അതാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, നാലാമത്തെ സവിശേഷത. അഞ്ചാമത്തെ സവിശേഷതയാണ് വൈദഗ്ധ്യം അഥവാ പ്രൊഫഷണലിസം. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് സ്കിൽ ടെസ്റ്റ് ഒക്കെ നടത്തുന്നത്, അല്ലെ? കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഒക്കെ നടത്തുന്നത് എന്തുകൊണ്ടാണ്? അതിൽ വൈദഗ്ധ്യം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ 5 ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അഥവാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ സിലബസിലുള്ള അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും മുഴുവൻ ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് IAS ആണ് വരുന്നത്. അപ്പൊ അതല്ല അതിന്റെ മീനിങ് എന്നുള്ള കാര്യം ഓർക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ സർവീസ്. ദേശീയ തലത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഇതിന് ഉദാഹരണങ്ങളാണ് IAS-ഉം IPS-ഉം. അപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും IAS-ഉം IPS-ഉം അഖിലേന്ത്യാ സർവീസ് ആണ്, ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ആണ്. ഇനി കേന്ദ്ര സർവീസ്, സെൻട്രൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. അപ്പോ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് 2019 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് ഇന്ത്യൻ റെയിൽവേ സർവീസ് ആണ് ചോദിച്ചത്. അത് സെൻട്രൽ സർവീസ് ആണ്, കേന്ദ്ര സർവീസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത സംസ്ഥാന സർവീസ്. സംസ്ഥാന സർവീസ് ആണ്, സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. അപ്പൊ ഈ 3ഉം കൂടെ ചേർന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ക്ലിയർ ആയല്ലോ? ഇനി പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും, അപ്പൊ ആദ്യത്തെ ഈ 2 അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഈ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് UPSCക്ക് ഉള്ളത്. അപ്പോ UPSC ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ആണ്. അപ്പോൾ ഗവർണറാണ് ഈ PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ഇതൊരു ചോദ്യമാണ്. ആരാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗവർണറാണ്. ഓക്കെ, UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അപ്പം ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് UPSCയും PSCയും എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ ആയല്ലോ? അടുത്തത് ഭരണ നവീകരണം. ഭരണ നവീകരണം എന്ന് പറയുന്നത് ഭരണത്തിൽ കൊണ്ടുവന്ന പുത്തൻ ചുവടുവെപ്പുകളെയാണ് ഭരണ നവീകരണം എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഓഫീസിൽ കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ക്യൂ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പം അങ്ങനെ ചെയ്യണോ? വേണ്ട.
ഭരണ നവീകരണം വന്നിട്ടുണ്ട്. അതായത് എല്ലാം ഓൺലൈൻ വഴി, മിക്കതും ഓൺലൈൻ വഴി ആക്കിയിട്ടുണ്ട്. അതിനെയാണ് ഭരണ നവീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന നയമാണ് ഭരണ നവീകരണം. ഭരണം കൂടുതൽ കാര്യക്ഷമവും സൗഹൃദപരവും ആക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോ ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഭരണ നവീകരണത്തിന് ഉദാഹരണമാണ് ഇ ഗവേണൻസ്. ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരമാണ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗത്തിനെയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസ് കഴിഞ്ഞ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് കൊല്ലം, എറണാകുളം, മലപ്പുറം ജില്ലയിൽ നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം 2017 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്ന പേരെന്താണ്? ഇ ഗവേണൻസ്. ഇ ഗവേണൻസിനെ പറ്റി APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ വാക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി, എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ, എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി, ഇതിനെയാണ് ഇ ഗവേണൻസ് എന്ന് APJ അബ്ദുൽ കലാം സാർ അഭിപ്രായപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇ ഗവേണൻസിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഹയർ സെക്കൻഡറി പ്രവേശനത്തിലുള്ള ഏകജാലക അപേക്ഷ. ഓക്കെ, ഹയർ സെക്കൻഡറി പ്രവേശനത്തിലുള്ള ഏകജാലക അപേക്ഷ, 1 വിൻഡോ ആപ്ലിക്കേഷൻ, വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവ ഇ ഗവേണൻസിന് ഉദാഹരണങ്ങളാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അക്ഷയ കേന്ദ്രം. അക്ഷയ കേന്ദ്രം ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. അക്ഷയ കേന്ദ്രം രൂപീകരിച്ച വർഷം കൂടി ഓർക്കുക, 2002 നവംബർ മാസം 18-നാണ്. 2002 നവംബർ 18-നാണ്. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവിനെ എന്താണ് പറയുന്നത്? ഇ സാക്ഷരത. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഏത്? ഇ സാക്ഷരത എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിലബസിലെ അടുത്ത ടോപ്പിക്കാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ആൻഡ് ഇൻഫോർമേഷൻ കമ്മീഷൻ. ഓക്കെ, അതിൽ ഇൻഫോർമേഷൻ കമ്മീഷൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു തരാം. ഇപ്പൊ നമുക്ക് വിവരാവകാശ നിയമം നോക്കാം. ഓക്കെ, ഇൻഫോർമേഷൻ കമ്മീഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാനുണ്ട്, കറണ്ട് അഫയേഴ്സും ഒക്കെ പറഞ്ഞെടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് ടെക്സ്റ്റിലുള്ള കാര്യം ആദ്യം ഒന്ന് നോക്കാം. റൈറ്റ് ടു ഇൻഫോർമേഷൻ, വിവരാവകാശ നിയമം. രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയുവാനുള്ള അവകാശത്തെയാണ് വിവരാവകാശ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമാണ് ഈ നിയമം ലക്ഷ്യമിടുന്നത്. വിവരാവകാശ നിയമം എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2005-ലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന എപ്പോഴും ചോദിക്കാറുള്ളതാണ്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. 2005-ലാണ് നിലവിൽ വന്നത് എന്നുള്ള കാര്യവും ഓർക്കുക. എന്തൊക്കെ വിവരങ്ങളാണ് വിവരാവകാശ നിയമം വഴി നമുക്ക് നേടാനാവുന്നത്? ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതി വിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃക മുതലായ എല്ലാ വിവരങ്ങളും എക്സെപ്റ്റ് രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്നുകൂടി ഓർക്കുക. മറ്റെല്ലാ വിവരങ്ങളും വിവരാവകാശ നിയമം വഴി ഒരു പൗരന് ലഭ്യമാകുന്നതാണ്. ഇനി വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുവാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാതെ അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കും.
ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. അപ്പോൾ ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമേൽ 250 രൂപ വീതം പിഴ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അപ്പോൾ നമ്മളൊരു വിവരം ഒരു ഉദ്യോഗസ്ഥനത് ചോദിച്ച് മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിവരാവകാശ കമ്മീഷനിൽ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ഈ പരാതി ജെനുവിൻ ആണെന്ന് ബോധ്യപ്പെട്ടാൽ ആ ഉദ്യോഗസ്ഥന് മേൽ വിവരം നൽകുന്നത് വരെ ദിവസവും 250 രൂപ വീതം പിഴ ചുമത്താനുള്ള അധികാരം കമ്മീഷനുണ്ട്. അങ്ങനെ മാക്സിമം 25,000 രൂപ വരെയും പിഴ ചുമത്താനാകും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് സേവനാവകാശം. റൈറ്റ് ടു സർവീസ് ആക്ട് ആണ് സേവനാവകാശ നിയമം. എന്താണ്? സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് ഏത്? സേവനാവകാശ നിയമം. നമ്മൾ സർക്കാർ ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരിക്കും, സേവനാവകാശം. അവിടെ നിന്ന് എന്തൊക്കെ സേവനങ്ങളാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്നുള്ള വിവരങ്ങൾ അടങ്ങിയതാണ് സേവനാവകാശ ബോർഡ്. ഈ ബോർഡ് എല്ലാ ഓഫീസിലും കാണും. ഓക്കെ, അപ്പോൾ ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. ഇനി ഇതിൽ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കേരളത്തിൽ എന്നാണ് സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്? 2012 നവംബർ 1 കാര്യം ഓർക്കുക. 2012 നവംബർ 1. ഓക്കെ, ഇനി അടുത്ത സിലബസിലുള്ളത് ലോക്പാൽ ആൻഡ് ലോകായുക്ത. അപ്പൊ അത് നോക്കാം. ലോക്പാലും ലോകായുക്തയും ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. അപ്പൊ ദേശീയ തലത്തിലാണ് ലോക്പാൽ എന്ന് ഓർക്കുക. സംസ്ഥാന തലത്തിൽ അഴിമതി തടയാൻ വേണ്ടി രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? ലോകായുക്തയാണ്. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിക്കേണ്ട പോയിന്റ്, ദേശീയ തലത്തിലാണ് ലോക്പാൽ, സംസ്ഥാന തലത്തിലാണ് ലോകായുക്ത എന്നുള്ള കാര്യം ഓർക്കുക. ഇനി CVC, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനം. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്, 1964 മുഖ്യ വിജിലൻസ് കമ്മീഷണറും വിജിലൻസ് കമ്മീഷണർമാരും ഉൾപ്പെട്ടതാണ് വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഓംബുഡ്സ്മാൻ. അപ്പോൾ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അത് അന്വേഷിക്കുന്ന സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ്. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമുള്ള സംവിധാനമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് RBI ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് പൊതുവായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ സിവിക്സിലെ ആദ്യത്തെ ലോക്പാൽ ആൻഡ് ലോകായുക്ത വരെയുള്ള ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് പ്രാഥമിക വിവരം ഇത്രയെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം. ബാക്കിയൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കായിട്ട് ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണാം.